പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പാപം ഇരിക്കുന്നിടത്തേക്ക് ദുഷ്ടാരൂപി കടന്നു വരും. യോഹന്നാൻ്റെ സുവിശേഷം 13-27 തിരുവചനം പറയുന്നു, അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു തൻ്റെ അന്ത്യത്താഴവേളയിൽ തൻ്റെ ശരീരരക്തങ്ങൾ പങ്കുവെച്ചു തരുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ച സമയത്ത് യേശു അപ്പക്കഷ്ണം മുക്കി യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്ന് തിരുവചനം പറയുന്നു. ധനമോഹം എന്ന പാപത്തിന് അടിമയായ യൂദാസിൽ തിന്മ നിറഞ്ഞ ഹൃദയമാണുണ്ടായിരുന്നത്. അതിനാൽ വിശുദ്ധിയില്ലാതെ യേശുവിൻ്റെ ശരീരം ഭക്ഷിച്ചതിനാലാണ് സാത്താൻ അവനിൽ പ്രവേശിച്ചത്. ഇതുപോലെ വിശുദ്ധി കൂടാതെ നാം എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും അതിൽ സാത്താൻ കടന്നു വരും എന്ന് ഉറപ്പാണ്. ശവം ഉള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. അനുതപിക്കാത്ത ഹൃദയം, പാപങ്ങളാൽ നിറഞ്ഞ ഹൃദയത്തിൽ കഴുകന്മാർ വന്നുകൂടും, പിശാചുക്കളുടെ ആവാസ കേന്ദ്രമായി മാറും. അഴുകിയ ആഹാരത്തിൽ ഈച്ചകൾ വന്നു കൂടുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ പാപം ഉണ്ടാകുമ്പോൾ തിന്മയുടെ ശക്തികൾ കടന്നു വരും. 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പം അതിനാൽ സാത്താൻ്റെ കെണിയിൽ നാം അകപ്പെട്ടു പോകരുത്. എഫേസോസ് 6:10-17 വരെയുള്ള തിരുവചനങ്ങളിൽ ആത്മീയ സമരത്തെക്കുറിച്ചുള്ള വിവരണം നൽകുന്നുണ്ട്. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് നമുക്ക് ആത്മീയ സമരം നടത്താൻ സാധിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ നാം വിശുദ്ധിയിലായിരിക്കണം. പാപങ്ങളെയെല്ലാം ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് വിശുദ്ധിയിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം അനുതപിക്കണം, പാപങ്ങൾ ഏറ്റുപറയണം. പിതാവായ ദൈവം അനുതപിക്കുന്ന പാപിയോട് കരുണ കാണിക്കും. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മെ വീണ്ടെടുക്കുമ്പോഴാണ് വിശുദ്ധി നാം നേടിയെടുക്കുന്നത്. അതാണ് നമ്മെ എന്തുകൊണ്ടാണ് നാം പാപത്തിൽ വീഴുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. പൈശാചിക ശക്തികളാണ് നമ്മെ പാപത്തിൽ വീഴ്ത്തുന്നത്. പാപബോധം നഷ്ടപ്പെടുത്തുന്നതും പിശാചാണ്. പാപത്തെ ന്യായീകരിച്ച് പാപക്കുഴിയിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്താതെ നാം പാപം ചെയ്യുമ്പോൾ ദൈവം ക്ഷമിച്ചോളും എന്ന ചിന്ത നമുക്ക് തരുന്നത് സാത്താനാണ്. ജഡമോഹങ്ങളിലേക്കും ദുരാശകളിലേക്കും മദ്യാസക്തിയേക്കും മയക്കുമരുന്നുകളിലേക്കും എല്ലാം നമ്മെ നയിക്കുന്നതും ഈ സാത്താൻ തന്നെയാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സാത്താനെ നാം ചെറുത്ത് നിൽക്കണം. സത്യവും നീതിയും വിശ്വാസവും സമാധാനവും നമ്മുടെ ആയുധങ്ങളാക്കണം. എല്ലാറ്റിലും ഉപരിയായി ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുത്തിട്ട് വേണം നാം സാത്താനോട് യുദ്ധം ചെയ്യുവാൻ. ബലപ്രയോഗത്തിലൂടെ മാത്രമേ സാത്താനെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നാം ഉയരുന്നതും രക്ഷ നേടിയെടുക്കുന്നതും അപ്പോൾ മാത്രമാണ്. മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണ്. ഈ അവസ്ഥയിൽ നാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വിശുദ്ധിയില്ലാതെ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും യേശുവിൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ യേശുവിൻ്റെ തിരുരക്തത്തിനും ശരീരത്തിനുമെതിരായി നാം പാപം ചെയ്യുകയാണ്. അതിനാൽ തന്നെ നാം രോഗികളും പ്രശ്നമുള്ളവരും ദുഃഖിതരും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുമൊക്കെ ആയി മാറാൻ, മരിച്ചു പോകാനും അത് കാരണമാകുന്നു എന്ന് തിരുവചനം പറയുന്നു. ഗലാത്യർ 6:7 തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. ദൈവം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്.
നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും വികാരങ്ങളും ദൈവം അറിയുന്നു, ദൈവം കാണുന്നു. ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അതിനാൽ നാം അനുതപിക്കണം, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ഗലാത്തി 5:19, 20, 21 തിരുവചനങ്ങളിലൂടെ ആരെല്ലാമാണ് ദൈവരാജ്യം അവകാശപ്പെടുത്താതിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വ്യഭിചാരം ചെയ്യുന്നവനും, ശത്രുത, കലഹം, വിഗ്രഹാരാധന, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇത്തരം ചിന്തകളും പ്രവർത്തികളും കൂടി നടക്കുന്നവൻ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തേക്കുള്ള തടസ്സങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീക്കി നാം വിശുദ്ധിയിൽ വരുമ്പോഴാണ് എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ അർഹരായി തീരുന്നത്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.